celebrating motherhood. മലയാളി വീട്ടമ്മ. പ്രിയമുള്ളവരെ, അത്ഭുത ഔഷധ ചെടികളും അവയുടെ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത്തിച്ചെത്തി അടയ്ക്ക, അമുക്കര മാശാളി ആര്യവേപ്പ്, കറ്റാർവാഴ കരിങ്ങാലി കാഞ്ഞിരം, കുങ്കുമം കടുക്ക കുന്തിരിക്ക, തുമ്പച്ചെടി തൊട്ടാവാടി തഴുതാമ, കട്ടപ്പന ഇരട്ടി മൂന്നാർ. കട്ടപ്പനയോ? ഈ ഔഷധ ചെടിയുടെ കാര്യം പറഞ്ഞ ഈ കട്ടപ്പന ഇടുക്കിയൊക്കെ പറഞ്ഞു എന്നീ സ്ഥലങ്ങളിലും ഈ പുസ്തകം സുലഭമായി ലഭിക്കുന്നതാണ്. അയ്യോ, ഇങ്ങനെ പറഞ്ഞാണോ സഞ്ജു ഒരു പുസ്തകം വെക്കുന്നത്? അല്ല, നമ്മള് അമ്മച്ചിയുടെ കയ്യിലോട്ടൊക്കെ ഒന്ന് കൊടുത്തേ. ഇപ്പം പുട്ട് പോലെ വിറ്റ് കാണിക്കാം അല്ലേ അമ്മച്ചി? ഇത് പുട്ടുപോലല്ല, ഈ പുസ്തകം വിൽക്കണം. അത്ര എളുപ്പമുള്ള കാര്യം നല്ലത്. ഞാൻ ഏതായാലും ഇപ്പം ഇത് വിൽക്കാൻ പോണില്ല. ഇവിടെ ഇഷ്ടംപോലെ കൊച്ചു വീട്ടന്മാര് പിള്ളേരിപ്പുണ്ട്, അവരെ കൊണ്ട് വിൽപ്പിച്ചു. അവര് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ ചെയ്യും. അവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇനി അവര് ചെയ്യും. എന്നിട്ട് അറിയാൻ മേലാഞ്ഞിട്ടാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് പിള്ളേരെ. അപ്പൊ റെഡിയാണോ? എന്തൊരു ആവേശം! അവരെന്തിനും തയ്യാറാണല്ലോ. നിരവധി മലയാളി വീട്ടമ്മ ബ്രാൻഡഡ് ബൈ സേറ ആൻഡ് ധാത്രി ഹെയർ കെയർ പ്ലസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സഞ്ജു, എന്താണ് നമ്മൾ രണ്ടും കൂടി ഇപ്പൊ ഒരു അവിയലും മത്തിക്കറിയും പോലത്തെ ഒരു കോമ്പിനേഷൻ ആയില്ലേ? സഞ്ജു ഒന്ന് മുണ്ട് കൊടുത്തോണ്ട് വരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാരി കൊടുത്തു. സഞ്ജു എന്തിനാ മുണ്ട് കൊടുത്തതിനാ? മലയാളി വീട്ടച്ഛനാവാനുള്ള വല്ല ശ്രമമാണോ? അല്ല, അതല്ല. ഞാൻ പ്രൊഡ്യൂസർ പ്രത്യേകം പറഞ്ഞില്ല, ഈ മുണ്ടഴിഞ്ഞു പോവാണെങ്കിൽ അപ്പൊ കട്ട് പറയണം. പ്ലീസ്, ക്യാമറമാൻമാരൊന്ന് സഹകരിക്കണം. അതൊരു കട്ടായിട്ട് ക്ലിപ്പായിട്ട് പോകരുത് പ്ലീസ്. അയ്യോ, വൈറലാവാൻ പറ്റിയ ഒരു സാധനം. എന്താ എന്റെ വൈറലാവാൻ മോശമാണോ? അല്ല, വൈറലാവാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അല്ല, വേണ്ട. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് വീട്ടമ്മമാരെ സ്വാഗതം ചെയ്യാം. ഒരു കിടിലൻ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അവർ നമ്മളെ കാണിച്ചു തരും. അപ്പൊ അവരെയാണ് നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. അതെ, നമുക്ക് ടാസ്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഐശ്വര്യമായിട്ടൊരു പാട്ട് കേട്ട് തുടങ്ങിയാലോ? അല്ലേ, ജസ്റ്റിനെ കാണുമ്പോൾ ഒരു പാട്ട് കേൾക്കാൻ തോന്നില്ല. എന്താ അറിയില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നു. അതെ, ജസ്റ്റ് ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ടാസ്കിലേക്ക് പോകാം. புதுவெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலாவுடல் நனைகின்றது, இங்கு கொள்ளாத இடம் கூட குளிர்கின்றது, மனம் சூடாத இடம் தேடி அலைகின்றது, இந்த கொள்ளை மழை இன்று பொழிகின்றது, இந்த கொள்ளை நிலாவுடல் நனைகின்றது, இங்கு போகாத இடம் தேடி குளிர்கின்றது, மனம் சூடாத இடம் தேடி அலைகின்றது, நதி நீயானா கரைநானே, சிறு பறவை நீயானால் அடிவானம் நானே. ജസ്ന അങ്ങനെ പാടിയപ്പോഴാണ് ശില്പയ്ക്കൊരു മോഹം. ശില്പയ്ക്കും ഒരു പാട്ട് പാടണം. ശില്പ നന്നായി പാടുന്നതാണ്. ഇവിടെ എല്ലാവരും ഇത്രയധികം ഫാൻസ് പാടണമെങ്കിൽ എന്റെ കൂടെ ഒരാളും കൂടെ വേണം. ഇതിന് പ്രാക്ടീസ് ഒന്നും വേണ്ടല്ലോ, മ്യൂസിക്കിന്റെ അകമ്പടി വേണം. കാരണം ആരും ലൈവ് മ്യൂസിക് തുടങ്ങി. ഞാൻ പുറകെ വന്നുണ്ട്. അഷ്ടസ്ത്രിതാ മൃദംഗം ദൃഷ്ടത മാത്രയേ നിർമ്മല സ്നേഹത്തിൻ യദുകുല കാമ്പോജി ക്ലിഞ്ഞ പ്ലിഞ്ഞ സൗന്ദര്യ തത്തേ തത്തേ തത്തേ. ഇത് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ കൂടെ തന്നെ വൈറലായ ഒരു യൂത്ത് ഫെസ്റ്റിവൽ എപ്പിസോഡിന്റെ അതിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. എന്നാലും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇതായിരിക്കും സംഭവിക്കാൻ. അതല്ല, നിങ്ങൾ ഇതൊക്കെ എപ്പോ പഠിക്കുന്നു? എനിക്ക് അറിയാൻ വരാണ്ട് ചോദിക്കാം. സമയം കണ്ടെത്തി പിടിക്കുന്നു. എനിവേസ്, അപ്പൊ നമുക്ക് നിങ്ങളുടെ ടാസ്കിലേക്ക് പോവാം. യെസ്, അപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കും. മിനിമം 3 മിനിറ്റ് അതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച പ്രോഡക്റ്റ് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം. എന്താണെങ്കിലും സംസാരിച്ച് അത് വിറ്റിരിക്കണം. അതെ, വിറ്റിരിക്കണം. അപ്പൊ ബാക്കി 3 പേർക്കും പോവാം. ജസ്ന എടുത്തോളൂ. പറഞ്ഞോട്ടെ. മസാജർ. ദേവിയോ സജ്നോ, യേ ഹേ ആപ്കാ മസാജർ. മാന്യ മഹാജനങ്ങളെ,
ഇത് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ 1 2 3 4 5 6 12 മസാജിങ് പോയിന്റ്സ് ഉണ്ട് ഇതിൽ. ഇത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ മസാജ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ ഞാൻ തന്നെ ഉറങ്ങി വീഴാ കേട്ടോ, പിന്നെ എടുത്ത് മാറ്റാം. ഇപ്പുറത്തെ സൈഡിലോട്ട് വേണമെങ്കിൽ നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ നമുക്ക് തന്നെ ഉറങ്ങാം. ഇപ്പോൾ ഉറക്കം വരാത്തവർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യുക, ഉറങ്ങി അങ്ങോട്ട് വീഴുക. ബെഡിന്റെ സൈഡിൽ നിന്ന് ചെയ്യണം. പിന്നെ നമ്മളുടെ ബുദ്ധി വികസിക്കണമെങ്കിൽ ഇപ്പോൾ കവിതയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങൾ, എന്ത് കവിതയായിരുന്നു എഴുതിയത്? ഇത് നിങ്ങൾ നേരത്തെ വാങ്ങിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, ഇതുകൊണ്ട് 2 എണ്ണം കുത്തുക, എന്നിട്ട് കവിത എഴുതുക. 2 വരി, ഓക്കെ. അടുത്ത 2 എണ്ണം, അടുത്ത 2 വരി. അതുപോലെ 5 പ്രാവശ്യം ചെയ്താൽ അല്ലെ 10 പ്രാവശ്യം ചെയ്താൽ 10 വരി കവിതയായി. ഇതിന്റെ വില വെറും 50 രൂപ മാത്രം. ഇതിന്റെ കൂടെ ഞാൻ ഒരെണ്ണം കൂടെ ഞാൻ ഫ്രീ തരും നിങ്ങളുടെ ഭർത്താവിന് യൂസ് ചെയ്യാനായിട്ട്. കാരണം നിങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് കിടന്ന് പിടിവലി പിടിക്കും, എനിക്കിതാ. അപ്പോൾ നമ്മൾ അവിടെ ഒരു കോമ്പറ്റീഷൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഒരെണ്ണം ഫ്രീ. ഈ 50 രൂപ കൊടുത്തിട്ട് നമ്മൾ ഈ കയ്യിൽ വേറൊരു സാധനം വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കൈ കൊണ്ട് തന്നെ തലയിൽ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നാ പോരെ? നമ്മുടെ ഒരു കയ്യിൽ 5 വിരലല്ലേ ഉള്ളൂ മാഡം. അതെ, ഇതിൽ 12 പോയിന്റ്സ് ആണുള്ളത്. അതെ, മനസ്സിലായി? 12 വിരലുകൾ. നമ്മുടെ കൈക്ക് ഇപ്പൊ 2 കൈ യൂസ് ചെയ്തതിന് 10 ഉള്ളൂ. 2 എണ്ണം നിങ്ങൾക്ക് എക്സ്ട്രാ ആണ് ഇതില്. മനസ്സിലായോ? ഉറങ്ങാൻ വേണ്ടി മാത്രമാണോ ഈ അല്ലല്ല, നിങ്ങളുടെ ബുദ്ധി വികസിക്കാൻ, കവിത എഴുതാൻ. ഇല്ല, ഇപ്പൊ ഇന്ന് വൈകിട്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടിട്ട് നിങ്ങൾ കിടന്ന് ബുദ്ധിമുട്ടുമ്പോ എനിക്ക് ഉറങ്ങണ്ട, പക്ഷെ എനിക്കൊരു മസാജ് വേണം. ഈ സാധനം വെച്ച് ചെയ്യാൻ പറ്റും. ഇത് വെച്ച് മാമിന്റെ മുടിയുടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ കൈ ചിലപ്പോ അകത്തോട്ട് കേറില്ല. അപ്പൊ നമുക്ക് ഇതാകുമ്പോ ഈസി ആയിട്ട്. ഞാൻ പറയാ എനിക്ക് 3 മണിയായി, എനിക്ക് ഉറങ്ങണ്ട, എനിക്ക് എളുപ്പം ഒരു ഓയിൽ മസാജ് വേണം, പിന്നെ എനിക്ക് ജോലിക്ക് പോകണം. ഈ സാധനം വെച്ച് ചെയ്ത് അങ്ങ് ഉറങ്ങി വീണ് അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് നമ്മൾ ഇവിടെ വെച്ച് മസാജ് ചെയ്യുമ്പോഴാണ് ഉറങ്ങി വീഴുന്നത്. നമ്മുടെ പോയിന്റ് മാറ്റി പിടിക്കുക. ഒരേ ഒരു പ്രൊഡക്റ്റ് മതി. ഉറക്കം വരാൻ ഇവിടെ, കവിത എഴുതാൻ ഇവിടെ. പിന്നെ എന്താ മാമിന്റെ ആവശ്യം? എനിക്ക് ആവശ്യം ഒരു നല്ലൊരു മസാജ്. അത് ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ മതി. എവറിത്തിങ് ഓൾ റൈറ്റ്. 50 രൂപയായിരുന്നപ്പോ ഞാൻ ആലോചിച്ചു 50 രൂപ കൊടുത്തത് വാങ്ങണല്ലോ. പക്ഷെ 50 രൂപ ഒന്ന് വാങ്ങിച്ച ഒന്ന് ഫ്രീ അല്ലേ? ഫ്രീ ആണ്. അപ്പം അത് വരുമ്പോ 25 രൂപ. ഐ എം ടേക്കിംഗ് ഇറ്റ്. യു ആർ ടേക്കിംഗ് ഇറ്റ്. യെസ് യെസ്. ഒരെണ്ണം വിറ്റ് കഴിഞ്ഞു. ഞാൻ പറ്റിപ്പാ. ഭയങ്കരം. കാരണം ഇത് യൂസ് ചെയ്തിട്ട് എന്റെ മുടിയിൽ കെട്ടുപിടിച്ചിട്ടാ ഞാൻ മുടി കെട്ടി കളഞ്ഞു. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഡിസ്കൗണ്ട് കൊടുക്കണ ഇല്ല സനം, മുടി നമ്മൾ എല്ലാ ദിവസവും കുളിക്കണം ഫസ്റ്റ്. എന്നിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. കുളിച്ചിട്ട് യൂസ് ചെയ്ത ഒരു കുഴപ്പമില്ല ഈ സാധനത്തിന്. ഇത് കണ്ടോ, ഞാൻ ഇന്ന് രാവിലെ കുളിച്ചതാ. കുളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ട്രൈ ചെയ്ത് നോക്കണോ? അതാണ് എന്റെ ജോലി. This is part of my business. ഈ ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, വേറൊരു പോയിന്റ് ഇടാം. മാമിന് വേണ്ടി വേറൊരു പോയിന്റ്. 100 എണ്ണം എടുക്കുവാണെങ്കിൽ 2500 രൂപയാണല്ലോ. ഞാൻ മാമിന് 1500 എനിക്ക് ഫ്രീ ആയിട്ട് 100 എണ്ണം തന്നാലും എനിക്ക് വേണ്ട. ജസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഫ്രീ ആയിട്ട് ഞാൻ തരുന്നില്ല. അപ്പൊ എന്റെ പ്രോഡക്റ്റിന്റെ വില ഇല്ല മാഡം. The thing is, this is a head massager, not ഓർക്കാനോ നമുക്ക് പോയിട്രി എഴുതാനോ അല്ല ഈ സാധനം. മാം യൂസ് ചെയ്യണ്ട. മാമിന്റെ ഷോപ്പിൽ വരുന്ന ആൾക്കാർക്ക് വിൽക്കാലോ. മാമിന് കുറച്ചു നേരം ഷോപ്പിൽ റെസ്റ്റ് എടുക്കാം. ഇത് കയ്യിൽ കൊടുത്താൽ മതി. ജസ്റ്റിക്ക് അറിഞ്ഞൂടെ ഈ കാര്യം എന്തുവാന്നല്ലേ? You didn't know what it was exactly. I know it's a massager, but it's only a massager, but you made it into a comedy show by saying orkam verum and this thing, that thing. Avasanam you said blood circulation adonde idadu. അത് മാത്രം അതൊഴികെ ബാക്കി എല്ലാം പറഞ്ഞു. സാരില്ല, ഇതിലും വലിയത് ചാടി കടന്നവരാണ് ഈ KK ജോസഫ്. സോ നമ്മുടെ അടുത്ത പാർട്ടിസിപ്പന്റ് ശില്പയാണ്. ശില്പയ്ക്കുള്ള വിധി ഇതിനകത്തുണ്ട്. ശില്പ എടുത്തോളൂ. മനോഹരമായ ഒരു പ്രോഡക്റ്റ് ആണ് ഗ്രാമഫോൺ.
നമസ്കാരം പ്രേക്ഷകരെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നത്തെയും പോലെ ഒരു പ്രൊഡക്റ്റുമായിട്ടാണ്. ഇതിനു മുന്നേ ഞാൻ പല പ്രൊഡക്റ്റും നിങ്ങളുടെ മുന്നിൽ എല്ലാവരുടെ മുന്നിലും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നത്തെയും പോലെയല്ല, ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഗ്രാമഫോൺ. ഇന്നത്തെ കാലത്ത് ഈ ഗ്രാമഫോൺ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് കണ്ടുവരുന്ന ഒരു വസ്തുവാണ്. ചില വലിയ റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ പുരാവസ്തു മ്യൂസിയങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ വളരെയധികം അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതും ഇതിനെക്കുറിച്ച് പറയുന്നതും. പിന്നെ ബഷീർ. നമ്മൾ ഗ്രാമഫോൺ എന്ന് പറയുമ്പം ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലേക്ക് വരിക മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീർ. ആളുടെ ഒരുപാട് കഥയിലും അല്ലെങ്കിൽ നോവലിലും ഏറ്റവും കൂടുതൽ പറയുന്നതാണ് അദ്ദേഹം ഗ്രാമഫോൺ വെച്ചിട്ട് ഉമ്പായിയുടെ സംഗീതങ്ങൾ കേൾക്കുന്നതും അതിലൂടെ അദ്ദേഹം കണ്ടെത്തുന്ന ആനന്ദങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന സന്തോഷങ്ങളും ഒക്കെ. മാത്രമല്ല, ഒരു CD അല്ലെങ്കിൽ ഒരു ഡിസ്ക് മാത്രമാണ് സാധാരണ ഒരു CD-യിൽ ഉപയോഗിച്ചിട്ട് പാട്ട് കേൾക്കാൻ പറ്റുന്നത്. ഇതിലെന്നല്ല, ഒന്നിൽ കൂടുതൽ അനേകം CD ഒറ്റ ടൈമിൽ നമുക്ക് വെച്ചിട്ട് ഒരു CD തന്നെ 1000-ലധികം ഗാനങ്ങൾ നമുക്ക് ഒരു സമയത്ത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. മാറി മാറി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ് ഈ ഗ്രാമഫോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ പാട്ട് കേൾക്കാനല്ലാതെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇന്ന് മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഗ്രാമഫോൺ. അപ്പൊ പാട്ട് കേൾക്കാനല്ലാതെ തന്നെ എന്താ പറയാ, ഈ സാധനം എങ്ങനെയാ ഓടുന്നത്? ബാറ്ററി ആണോ ഇലക്ട്രിസിറ്റി ആണോ? ഇതിൽ ഇലക്ട്രിസിറ്റി ഒന്നും വേണ്ട മാം. ഇതിൽ നമ്മളിങ്ങനെ ബാറ്ററി ചാർജ് ചെയ്യുമോ? ചാർജ് ചെയ്തിട്ടാണ്. അപ്പൊ CD എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വിചാരിക്കുമായിരുന്നു കുട്ടിക്ക് അറിഞ്ഞൂടെ ഇത് എന്തുവാന്ന്. അല്ല, ഇത് എന്തോ അതിലെന്തോ കളിക്കുന്നതെന്ന് അറിയാവോ? ഇതില് CD-യോ? ശരിക്കും ഒന്നും മിണ്ടാതിരിക്കണേ, തെറ്റിച്ചൊന്നും പറയില്ലേ. ഇറ്റ് ഓൺലി പ്ലേസ് റെക്കോർഡ്സ്. ഓക്കെ. ആൻഡ് അതിൽ കൊച്ചു റെക്കോർഡും കളിക്കോ വലിയ റെക്കോർഡും കളിക്കോ അതൊക്കെ അറിയാവോ അറിഞ്ഞൂടെയോ? ഇതില് പാട്ടാണ് നമ്മൾ ആണ്. പക്ഷെ അത് എന്തോ അതിന്റെ മുകളിൽ എന്തുവാന്ന് അറിയാവോ? ആ കറുത്ത സാധനം CD അല്ല, സെല്ലുലോയിഡ്. ഈ സാധനം എന്തുവാ? അല്ലടാ, ഈ സാധനം എന്തുവാ കൈ പിടിച്ചിരിക്കുന്നേ? CD ആണോ? ഓക്കെ. സോ ഈ കുട്ടിക്ക് ഇതിനെ പറ്റി ഒരു ചുക്കും അറിഞ്ഞൂടാ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്താണ് നമ്മളെ പാട്ട്. കൊച്ചു റെക്കോർഡും ഉണ്ട്, വലിയ റെക്കോർഡും ഉണ്ട്. അതൊക്കെ അറിയാമോ? അതൊക്കെ പറഞ്ഞിട്ടാണ് ചെറിയ CD എന്ന് പറയല്ലേ. എന്റെ തെറ്റ്. അപ്പം റെക്കോർഡ് ഞാൻ പറഞ്ഞു. റെക്കോർഡ് എന്താന്ന് വെച്ചാൽ ഇത് എനിക്ക് ഇന്നലെ കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ഇത് CD ആണോ അല്ലെങ്കിൽ ഇതെന്താണ് റെക്കോർഡാണോ എന്ന് പറയാൻ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു, ക്ഷമിക്കണം. ഇതാണ് റെക്കോർഡ്. ഇതിനകത്ത് ഈ ഒരു റെക്കോർഡിൽ വരുന്നത് 1000 ഗാനങ്ങൾ. 8-10 കേൾക്കത്തുള്ളൂ. അപ്പം ഈ ശരിക്കും ഈ സാധനം എന്തോ വിൽക്കുന്നതെന്ന് കുട്ടിക്ക് അറിഞ്ഞൂടാ. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം. അല്ല, ഇതിൽ പാട്ട് കേൾക്കാം. ഏത് എങ്ങനെയാ പാട്ട് കേൾക്കുന്നേ? പാട്ട് ഇതാ. അയ്യോ, ഒന്ന് വലിച്ചു കൂടി എടുക്കില്ലേ കയ്യില്? ഇതിനകത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. സ്റ്റാൻഡിനകത്ത് നമ്മൾ ഈ CD വെച്ച് കഴിഞ്ഞ് അല്ല ഈ റെക്കോർഡ് വെച്ച് കഴിഞ്ഞ് നമ്മൾ എന്താ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇങ്ങനെ കറക്കി കയ്യും കാലും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടി രക്ഷപ്പെടാമായിരുന്നു. ചാർജ് വരും. ചാർജ് വന്ന് കഴിയുമ്പോഴാണ് പാട്ട് വരിക. പാട്ട് കേൾക്കും. ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറയുമ്പോ മാം ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഒരു ചുക്കും മനസ്സിലാവത്തില്ല. മനസ്സിലാവണം. മനസ്സിലാവത്തില്ല. because you're saying all the wrong things. ഒരു കാര്യം അല്ല മാം, ഞാനതൊരു ഒരു വസ്തുത ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇരിക്കുന്ന ഈ 19, 20, 21 ഉപഭോക്താക്കൾ എൻ്റെ ഇതിൽ മുന്നേയും ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരെല്ലാവരും അത് ഉപയോഗിച്ച് സംതൃപ്തരായവരാണ്. നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഗ്രാമഫോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മനസ്സിലാവാത്ത ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? പറയാം. ഇതിനെ കുറിച്ച് ശില്പയ്ക്കും ഒന്നും അറിയില്ല. എനിക്കറിയാം. എനിക്ക് പൂർണ്ണ ബോധം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. മാം പറഞ്ഞൊന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അറിയില്ല. ഇതാ മാം, ഇവർക്ക് ആർക്കും ഇത് അറിയില്ല. ഞാൻ ഇത് കൊണ്ടുവന്ന് ശില്പ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ട് അത് CD എന്ന് പറഞ്ഞു തന്നു. അപ്പൊ മാഡം അവിടുന്ന് പറഞ്ഞു അല്ല അത് റെക്കോർഡാണ്. എന്നിട്ടും ശില്പ CD എന്ന് പറയാം. പക്ഷേ പറയാന്നുണ്ടെങ്കിൽ പിന്നെ റെക്കോർഡ് വേറെ പറയണ്ടോ? ഞാൻ റെക്കോർഡ് പറയാൻ വന്നതല്ല. നിങ്ങളുടെ അടുത്ത് ഒരു എന്താ പറയാ ഒരു അവബോധം വരുത്താൻ വേണ്ടി അല്ല ഒരു ധാരണ ഒരു ബോധം വരുത്താൻ വേണ്ടി അബോധമല്ല. തീരുമാനിക്കും റെക്കോർഡ് വേണോ CD വേണോ. ഇത് ഞാൻ
പറഞ്ഞത് നമ്മൾ ഈ ഒരു മിനിറ്റ് ഇത് പറയും മാം ഇവിടെ അല്ല ഞാൻ പറയട്ടെ, ഇത് റെക്കോർഡ് എന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും CD ഗ്രാമഫോൺ ഇടുന്നൊരു CD തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിച്ചു. ഇത് മനുഷ്യനാണ്. 1000 പാട്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. 1000 പാട്ടോളം ഒരു റെക്കോർഡിൽ ശില്പ എന്നെ പേടിക്കില്ല, ഇങ്ങോട്ട് നോക്ക. 8 or 10 പാട്ട് മാത്രമേ കളിക്കൂ. ഈ 1000 പാട്ട് ആരാ ഉണ്ടാക്കുന്ന ഈ അങ്ങനത്തെ ഒരു റെക്കോർഡ്? ഓക്കെ, ഓൺലി 1000 പാട്ട് അത് പറയേ വേണ്ട, ബിക്കോസ് ദാറ്റ് ഡസന്റ് വർക്ക്. ഗ്രാമഫോണിൽ പാട്ട് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ കാര്യം ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ട്. എനിക്ക് ഒരെണ്ണം കൂടെ അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ശില്പയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. പക്ഷെ ശില്പയ്ക്ക് ഒരു ചുക്കും അറിഞ്ഞൂടാ ഇതിനെ പറ്റി. ഇല്ല, അറിഞ്ഞൂടാ. നമ്മൾ ഇതൊരു പുച്ഛത്തോടെ കാണേണ്ട. ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വാല്യൂ എന്താണെന്ന് അറിയുന്നില്ല. നമ്മള് വിൽക്കുമല്ലേ? ഇതിന് 10,000 രൂപയ്ക്കാണ്. ഇത് കണ്ടു നിങ്ങൾക്ക് ആർക്കും ഇപ്പൊ എല്ലാവരും ചിരിച്ചു. 10,000 എന്ന് പറയുമ്പോ ചിരിച്ചു, കാരണം ഇവിടെ സുലഭമായിട്ടുള്ള ഒരു സാധനത്തെ പോലെ നിങ്ങൾ 10,000 എന്ന് പറയുമ്പോൾ ചിരിക്കുന്നത്. ഇതിപ്പോ എവിടെ നിന്ന് കിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്നല്ലാതെ? ഈ സാധനം ഇളകുന്നതൊക്കെ കണ്ടു കംപ്ലൈന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. സംഭവം ഇതിന് മുന്നേ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ? എന്റെ വീട്ടിലുണ്ട് ഈ സാധനം. ഈ സാധനം കാര്യമായിട്ട് ഞാൻ ഇത് പറയുന്നത്. പൊങ്ങോ? ഇല്ല, ഇതിങ്ങനെ പൊങ്ങില്ല. അതാണ് പറയുന്നത് ഇതിന്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞു ഇത് എല്ലാവരുടെ അടുത്തുള്ള സാധനമല്ല, വളരെ അപൂർവമായിട്ടുള്ള ഗ്രാമഫോണാണ്. അതാണ് ഞാൻ 10,000 രൂപയ്ക്ക് ഇത് വിൽക്കാൻ വേണ്ടി വരുന്നത്. എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഞാൻ പറയട്ടെ ശില്പ, ഇതൊരു പുരാവസ്തു ആയിട്ടാണോ ശില്പ ഉദ്ദേശിക്കുന്നത്? പുരാവസ്തു എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഞാനിതാ പറഞ്ഞത്, ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഇത് അയ്യേ പുച്ഛം, എന്തിനാണ് ഈ ഗ്രാമഫോൺ? അത് ഇതിപ്പോ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കാന്ന് മാത്രമല്ല, 10,000 രൂപ കൊടുത്തത് മേടിക്കണ്ട. തൃശ്ശൂർ ടൗൺ കുന്നംകുളം ആ ഭാഗത്ത് 500 രൂപയ്ക്ക് കിട്ടും. കാണിക്കുന്നുള്ളൂ. അത് കാണിച്ചു കൊടുത്താൽ ഇതാണ് ഗ്രാമഫോൺ. 500 രൂപേന്റെ ഗ്രാമഫോൺ ഇവിടെ കൊണ്ടുവന്ന് തന്നാൽ ഞാൻ ഫ്രീ ആയിട്ട് സ്ഥലത്തിന് തരും. കൊണ്ടുവരാം. ഞാനാണ് വാങ്ങിക്കാൻ പോകുന്നത്. ഒന്ന് കേക്ക് ഞാൻ ചോദിക്കുന്നത്, ഈ സാധനത്തിന് ഒരു നീഡിൽ ഉണ്ടെന്ന് അറിയാവോ? നീഡിലുണ്ട്. എവിടെയാ? അയ്യോ, അല്ല ആ സ്ക്വയർ നീഡിൽ അഥവാ അതങ്ങ് പൊട്ടിപ്പോയാൽ സ്ക്വയർ നീഡിൽ എവിടെ നിന്ന് വാങ്ങിക്കും? ഞാൻ പറഞ്ഞു ഇതിന്റെ എല്ലാ സേവനങ്ങളും ഞങ്ങള് കമ്പനി ത്രൂ ആണ് ചെയ്തു കൊടുക്കുന്നത്. ഇതിന്റെ ഈ പറഞ്ഞ നീഡിൽ, അതായത് നീഡിൽ നീഡിൽ കാണിച്ചു തരാൻ എനിക്ക് പറ്റില്ല. അത്രയും മനോഹരമായിട്ട് ഇത് ഉണ്ടാക്കി വെച്ചൊരു സാധനമാണ്. ഞാൻ വില കൽപ്പിക്കാതിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൂരത്ത് എനിക്ക് കാണാൻ പറ്റും. ശില്പിക്ക് അറിഞ്ഞൂടെ എവിടെയാന്ന്? നീഡിലോ? നീഡിൽ എന്ന് പറയുന്നത് വാങ്ങിക്കണം. ഞാനിത് വാങ്ങാം, ഞാൻ പറഞ്ഞുതരാം അതിന് നീഡിൽ എവിടെയാന്ന്, എന്നിട്ട് വിൽക്ക്. ഓക്കെ, നീഡിൽ ഇതിന്റെ ഉള്ളിലുള്ള സാധനം എനിക്ക് പഠിപ്പിച്ചു തരണ്ട. ശ്രുതിക്ക് അറിയൂത്. എനിക്കറിയാം. വന്ന് കാണിക്കും. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. ശ്രുതി, ഇതാണ് നീഡിൽ. മാം വന്നു കാണിച്ചു തന്നു. ശ്രുതിക്ക് അറിയാലോ എന്റെ കണ്ണ് അത്ര പിടിക്കുന്നില്ല. അപ്പൊ മാം വന്നു കാണിച്ചു തന്നു. നീഡിൽ ഇതാണ്. കാണാത്തവരെ ഇതാ കണ്ടോളൂ, ഇതാണ് ഗ്രാമഫോണിന്റെ നീഡിൽ എന്ന് പറയുന്ന സാധനം. ഇതിങ്ങനെ മുട്ടിച്ച് കുഴപ്പമില്ല. Forget it. She knows nothing about it. എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് വരിക, വാങ്ങുക, അശ്വതി വാങ്ങുക. ഇവിടെ ഒരു പോലെ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. ഉപഭോക്താവേ ഇല്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ബഷീർ ഉമ്പായി സാഹിബിനെ കുറിച്ച് എവിടെ പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്? ഉമ്പായി സാഹിബിനെ കുറിച്ചല്ല, വൈക്കം മുഹമ്മദ് ബഷീറിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗീതമായിരുന്നു ഉമ്പായിയുടെ ഗസലുകൾ. ഉമ്പായിയുടെ ഗസലുണ്ട്. അല്ല, ഇവർ രണ്ടുപേരും 2 ജനറേഷനിലെ ആൾക്കാരല്ലേ? ഏത് മുഹമ്മദ് ബഷീർ? കോഴിക്കോടുള്ള അല്ല, വൈക്കം മുഹമ്മദ് ബഷീർ മുഹമ്മദ് റാഫിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് അപ്പോഴേ തോന്നി. കുറച്ച് വെള്ളം കൊണ്ടുവരാ.
അല്ല ഞാനൊരു കാര്യം പറയട്ടെ. ഈ പേപ്പർ കഷ്ണം എടുത്ത് ഗ്രാമഫോണിൽ കണ്ടപ്പോ തന്നെ ചാർജ് മുഴുവൻ പോയിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഉള്ളവർ ഇത്രയും ഇങ്ങനെ പൊന്തി വന്നപ്പോ ഇവരെല്ലാരും കൂടെ അത് ചെയ്യും. ഈ നീല ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. വീട്ടിലൂടെ തിരിഞ്ഞു നടന്നു പോയിട്ട് അപ്പൊ എന്തായാലും ചള കുളമായി എന്ന് സമ്മതിക്കുന്നല്ലേ? ഞാൻ സ്വയം സമ്മതിക്കുന്നു. കുളം എന്ന് വെച്ചാൽ അങ്ങ് അച്ഛൻ അല്ല, റെക്കോർഡ് എന്ന് പറഞ്ഞ റെക്കോർഡ് അല്ല, ഇത് റെക്കോർഡ് അല്ല, CD ആണ്. 8 10 ഇല്ല 1000. അതിന്റെ സൂചി എവിടെ അതിന്റെ അകത്തുണ്ട്. എനിക്ക് അതാണ് ഇഷ്ടമായത്. നീഡിൽ എവിടെയെന്ന് ചോദിച്ചപ്പോഴേ ഇതിന്റെ അകത്തുണ്ട്. Okay, അതൊക്കെ വിട്. I mean, സാധനം അറിഞ്ഞൂടാ, whatever. You talk so well, yeah? എന്തോ വേണമെങ്കിലും വിൽക്കും ഉള്ളൊരു കാര്യമുണ്ട് എന്തായാലും. ആൻഡ് വിറ്റില്ലെങ്കിൽ വഴക്ക് പിടിച്ച് പിന്നെ എല്ലാം പറഞ്ഞ് വിൽക്കും. ഇതൊക്കെ നമ്മുടെ ഏൻഷ്യന്റ് ഹിസ്റ്ററി ആയിട്ട് അങ്ങനെയാണ് വരുന്നത്. These are things that all of you should know about, yeah? ഒരുമയിൽ പീലിയായി ഞാൻ പിറക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കുടന്നയിൽ തപസ്സിരിക്കും. ഷോർട്ട് പുട്ട്. ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ എയിം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നു, നിന്ന് വരുന്നു, എറിയുന്നു. നിബ, ഇത് ഇരുമ്പോണ്ടുണ്ടാക്കിയതല്ലേ? എനിക്കിപ്പോ ഒരു മഴക്കാലത്ത് ഇത് എക്സസൈസ് ചെയ്യണ സമയത്ത് എങ്ങാനും ഇടിവെട്ടി കഴിഞ്ഞ് ഞാൻ ചത്തുപോലും. ക്ലാസ്സുകളിലാണെങ്കിൽ ലെക്ചേഴ്സ് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ആ കോട്ടൺ ചെവിയിൽ വെച്ചാൽ അതും കേൾക്കാൻ പറ്റില്ല. ഒരു മരിച്ച വീട്ടിലാണെങ്കിലും മൂക്കിൽ വെക്കാനും ഉപകാരപ്പെടും. തട്ടിപ്പോയാൽ മൂക്കിൽ വെക്കാം. അതെ, തട്ടിപ്പോയാൽ മൂക്കിൽ വെക്കാം. യെസ് മാം. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തൊരു സ്നേഹം. ഫെവിയുടെ മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. അങ്ങനെ മറ്റൊരു അടിപൊളി പ്രോഡക്റ്റ് നമ്മളിവിടെ കരുതി വെച്ചിട്ടുണ്ട് നമ്മുടെ നീബയ്ക്ക് വേണ്ടിയിട്ട്. നീബ എടുത്തോളൂ. ഷോർട്ട് പുട്ട്. എന്തായാലും ഇത് വളരെ ചെറുതായിട്ട് ഉണ്ടാക്കുന്ന പുട്ടാണ്. ചെറിയ ഒറ്റ ഷോട്ടിൽ കഴിക്കാൻ പറ്റുന്ന പുട്ടാണ് ഷോർട്ട് പുട്ട്. നമസ്കാരം. എൻ്റെ പേര് നീബ. ഞാൻ ക്രെസൻ കമ്പനിയുടെ ഫൗണ്ടർ കൂടാതെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഹെഡും കൂടിയാണ്. ഞാൻ 500 പേരുടെ പട്ടികയിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വെറും 25 പേര് മുഖ്യ അതിഥികളാണ് നിങ്ങൾ. ഇന്ന് ഈ വേദിയിൽ ഞാൻ ക്ഷണിച്ചിരിക്കുന്നത് എൻ്റെ ഒരു ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പ്രത്യേക പ്രോജക്റ്റ്, അതിൻ്റെ ഒരു ഭാഗമായിട്ട്, ഇതൊരു പ്രോജക്റ്റ് എന്ന് തന്നെ പറയാം, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇറക്കിയൊരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. ഇതാണ് ഷോർട്ട് പുട്ട്. ഇത് നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. ആരും അങ്ങനെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോവില്ല. എന്നാൽ തന്നെയും നമ്മുടെ വീട്ടിൽ സേഫായിട്ട് സൂക്ഷിക്കുകയും അത്യാവശ്യം നമ്മൾ സ്ത്രീകൾക്ക് ഇടയ്ക്കിടയ്ക്ക് പട്ടികളെ ഉൾപ്പെടെ എറിഞ്ഞു ഓടിക്കാനും ഇത് കൂടാതെ തന്നെ നമ്മളുടെ വെയിറ്റും കാര്യങ്ങളും മാനേജ് ചെയ്യാനും വെയിറ്റ് കുറയ്ക്കാനും ഏറ്റവും കൂടുതൽ സഹായിക്കും. വെയിറ്റ് കുറയ്ക്കുന്നത് മാത്രമല്ല, മിക്ക വീട്ടമ്മമാരെയും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ജോലി ചെയ്യുമ്പോൾ കൈവേദന, കാലുവേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഈ ഒരു സാധനം വെച്ച് എന്നും ഇങ്ങനെയുള്ള എക്സസൈസ്, അതുമാത്രമല്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം എല്ലാ ഭാഗവും വർക്ക് ചെയ്യാണ്. നമ്മുടെ ജോയിൻസ് എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യും ഇങ്ങനെ. പിന്നെ ചിലർ ജിമ്മിലൊക്കെ പോയി ഈ ഒരു മോഡൽ എക്സസൈസ്, അങ്ങനെ കുറേ രീതിയിലുള്ള എക്സസൈസ് ഉണ്ട്. 100-ൽ പരം എക്സസൈസ് ഉണ്ട്. പിന്നെ പ്രത്യേകം തരം നമ്മുടെ മേളിൽ തുണികളും സാധനങ്ങളൊക്കെ ഉണക്കാൻ വെക്കുമ്പോൾ അതിൻ്റെ മേളിൽ ഇത് വെക്കാം. അപ്പോൾ തുണികളൊന്നും പറന്നൊന്നും പോകില്ല. അങ്ങനെയുള്ള പ്രത്യേക ഒത്തിരി, ഇതൊരു മൾട്ടി പർപ്പസ് പ്രോഡക്റ്റ് ആണ്. ഇതെല്ലാം പോട്ടെ, എല്ലാം കഴിഞ്ഞ് നമ്മളിത് റീസെയിൽ വാല്യൂ. നമ്മൾ ഏതൊരു കാര്യം, ഒരു കാറ് മേടിച്ചു, നമ്മളതിൻ്റെ റീസെയിൽ വാല്യൂ ആണ് നോക്കുന്നത്. ഇത് എത്ര രൂപയ്ക്ക് മേടിക്കുന്നോ അത്രയും വിലയ്ക്ക് തന്നെ നമുക്കിത് തിരിച്ചു കൊടുത്ത് ഈ കാശ് നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പൊ ശരിക്കും ഷോർട്ട് പുട്ട് എന്തുവാ? സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പറ്റീഷനാണിത്. ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ എയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നു, നിന്ന്
വരുന്നു, എറിയുന്നു. വെരി ഗുഡ്. അപ്പം അങ്ങനെ- സാധനം എന്താന്ന് അറിയാം എന്തായാലും. തീർച്ചയായിട്ടും, ഇല്ലെങ്കിൽ ഞാനിത് സെയിൽ ചെയ്യാൻ നടക്കില്ല മാം. സ്പോർട്സ് രീതിക്കല്ല ഇത് വാങ്ങിക്കേണ്ട നിബിയുടെ ഇന്ന്. പക്ഷേ നമ്മളിപ്പോ സ്പോർട്സിന് വാങ്ങിക്കുന്ന വേണ്ടി ബാക്കിയെല്ലാം മാം സ്പോർട്സിന് വേണ്ടി ഇത് exercise. ഉപയോഗിക്കാം. ഇപ്പോൾ 45 വയസ്സിന് മേളിലുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഗെയിംസുകളും എല്ലാം കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ. അതിനകത്തൊരു മെയിൻ ഇനമാണ് ഷോർട്ട് പുട്ട്. ഇപ്പം തടി കുറയ്ക്കാൻ നല്ലതാ പറഞ്ഞു. ഇപ്പൊ തന്നെ നീ ഇപ്പൊ തടി കൊണ്ട് പറയുമ്പോ അണയ്ക്കുന്നു. ഇതൊക്കെ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടായിരുന്നു ഇത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, തടി കുറയ്ക്കുന്നതിനപ്പുറം നമ്മുടെ ജോയിൻസിന്റെ പെയിനുകൾ കുറയ്ക്കാനാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഇപ്പം ഞാൻ കിതയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം ഞാൻ എത്രയോ ഒരു ആസ്മ പേഷ്യന്റ് ആയിരുന്നു, അതിൽ നിന്ന് ഞാൻ റിക്കവറായി. ഇത് എത്ര കിലോ ഉണ്ട് ഈ സാധനം? ഇതിപ്പോ ഒരു 4 കിലോ ഉണ്ട്. 4 കിലോ ഉണ്ട്. അത് അഥവാ കാലിലോട്ട് വീണ കാലൊടിഞ്ഞു പോകും. അങ്ങനെയൊന്നും ഓടിയൊന്നുമില്ല. സേഫ് ആയിട്ട് യൂസ് ചെയ്താൽ ഒരിക്കലും പറ്റില്ല മാം. ഒരെണ്ണത്തിന് എത്ര രൂപ വെച്ച് തരും എനിക്ക്? ഞാൻ ഒരെണ്ണം എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ഞാൻ പറഞ്ഞല്ലോ ഇരുമ്പിനൊക്കെ കുറച്ച് വില കൂടുതലാണ്, ഒരു 250 രൂപയ്ക്ക് ഒരെണ്ണം തരാം. 2 എണ്ണം എടുക്കുവാണെങ്കിൽ 200 രൂപയ്ക്ക് തരാം. നിബ, ഇത് ഇരുമ്പോണ്ട് ഉണ്ടാക്കിയതല്ലേ? എനിക്കിപ്പോ ഒരു മഴക്കാലത്ത് ഇത് എക്സസൈസ് ചെയ്യണ സമയത്ത് എങ്ങാനും ഇടിവെട്ടി കഴിഞ്ഞ് ഞാൻ ചത്തുപോകില്ല. തീർച്ചയായിട്ടും ഇല്ല. ഈ ഒരു സ്പെഷ്യൽ കോട്ടിംഗ് എന്ന് പറയുന്നത് ഇത് ഇണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ പച്ച കോട്ടിംഗ് ഉള്ളത്. ഇരുമ്പ് അകത്തേ ഉള്ളൂ. അതെന്ത് കോട്ടിംഗ് ഉള്ളത്? അലുമിനിയം സിലിക്കോൺ നൈട്രസ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്പെഷ്യൽ സാധനം വെച്ച് കോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ വാങ്ങിക്കാം. യെസ് മാം. താങ്ക് യു മാം. അതെ, 2 എണ്ണം 200 എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും വാങ്ങിക്കാം. അല്ല, അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമായത് ഇതിലൊരു കോട്ടിംഗ് ഇട്ടില്ലേ, ആ കോട്ടിങ്ങിന്റെ പേര് എനിക്ക് ഇഷ്ടം. ഞങ്ങൾ എപ്പോഴും പറയാറില്ല, വല്ലപ്പോഴും പറയാറുള്ളൂ. അങ്ങനെ നിബയുടെ ഷോർട്ട് പുട്ട് കച്ചവടം കഴിഞ്ഞിരിക്കുകയാണ്. കച്ചവടത്തിനെ കുറിച്ച് നമ്മുടെ അതിഥികൾക്ക് എന്താ പറയാനുള്ളത് ചോദിക്കാം. Brilliant, Niba. Thank you, ma'am. Brilliant. Actually, it was very, very. And then you gave very 100 ways of using it, which is really good. Yeah, even me too. നല്ലപോലെ എന്താ പറയുന്ന, ഞാൻ വിചാരിച്ചു ആദ്യം തുടങ്ങുന്നത് ഗെയിം വെച്ച് തുടങ്ങുമെന്ന് വിചാരിച്ചു. ബട്ട് യു സ്റ്റാർട്ടഡ് വിത്ത് ഹെൽത്തി റീസൺസ് ഒക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ഗെയിമിലേക്ക് പോയി. പിന്നെ ആ കോട്ടിങ് എനിക്ക് ഇഷ്ടമായി. സോ ഇറ്റ് വാസ് വെരി നൈസ്. നന്നായിരുന്നു കേട്ടോ. മലയാളി വീട്ടമ്മ എന്നുള്ള ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഇത്രയും പിള്ളേർക്ക് ഇത്രയും ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടിക്കൊടുക്കാൻ, അവർക്ക് എന്ത് ചെയ്യാനുള്ളൊരു ആ ഒരു ഇതുണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് മലയാളി വീട്ടമ്മയുടെ ഏറ്റവും വലിയൊരു. But not only ഇപ്പോഴത്തെ E20 കുട്ടികളല്ല, I'm talking about all the Malayali കുട്ടികൾ outside who are watching this program, who know, okay fine, എനിക്കും ഇങ്ങനെ, you know, I can do that, I can be that, and I want to be that. That's what this program is all about. അപ്പോൾ നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് എത്തി. ഫെമി എടുത്തോളൂ. ഫെമി, ഇതിലാണ് ഭാവി ഇരിക്കുന്നത്. പഞ്ഞി അത്യാവശ്യമാണ്. പഞ്ഞി കോട്ടൺ പഞ്ഞി, പഞ്ഞി മൂക്കിൽ വെക്കണ പഞ്ഞി. അല്ലല്ല, അത്യാവശ്യമാണ്. കോട്ടൺ, അതെ അല്ലേ? അല്ലേ വീട്ടമ്മമാര്? ഫെമി, ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഫെമി. ഞാനിവിടെ നിന്ന് നിൽക്കുന്നത് ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയാണ്. ഇംഗ്ലീഷിൽ കോട്ടൺ എന്ന് പറയും, മലയാളത്തിൽ പഞ്ഞി എന്ന് പറയും. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കുഞ്ഞു പിള്ളേരുള്ള വീടുകളിലാണെങ്കിൽ ഇപ്പോൾ പനിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെള്ളത്തിൽ മുക്കിയിട്ട് നെറ്റിയിലൊക്കെ വെച്ച് തുടയ്ക്കാം. ഇപ്പോൾ ടെമ്പറേച്ചർ കുറയാൻ വേണ്ടി എടുക്കാം. ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ കോട്ടൻ്റെ ഉപയോഗം വരുന്നത് ഹോസ്പിറ്റൽസിലാണ്. ഇപ്പോൾ ഇഞ്ചക്ഷൻ വെക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും ഡോക്ടേഴ്സിന് നഴ്സസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണ് ദിസ് കോട്ടൺ. പിന്നെ ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഫസ്റ്റ് ടൈം യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ചെവിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ സൗണ്ട് ആയതുകൊണ്ട് പെട്ടെന്ന് വേദനയൊക്കെ എടുക്കുവാണെങ്കിലും ഇത് വെച്ചിട്ട് 2 ചെവിയിൽ വെച്ചാലും അതും നല്ലൊരു ഫാക്ടറാണ്. അത് വെച്ചിട്ട് അവർക്ക് അത്ര ആ ഒരു സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ക്ലാസ്സുകളിലാണെങ്കിൽ ഇപ്പോൾ ചില വിദ്യാർത്ഥികളുണ്ട് ക്ലാസ്സിൽ പോകുന്നുണ്ടാവും, പക്ഷെ അവർക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ലെക്ചേഴ്സ് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ആ കോട്ടൺ ചെവിയിൽ വെച്ചാൽ അതും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഫാക്ടറായിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് തന്നെ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഇപ്പോൾ ഒരു പഞ്ഞിമരം ഉണ്ട്. അപ്പോൾ ഇത് അവിടെ നിന്ന് തന്നെ ഒരു പഞ്ഞിക്കായ ഉണ്ട്, അതിനകത്ത് നിന്ന് നമ്മൾ കൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ലൈക്ക് ഇതിനകത്ത് ഒരു കെമിക്കൽസോ അല്ലെങ്കിൽ ഒന്നുമില്ല, സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല ഇതിനകത്ത്. പിന്നെ ഇപ്പം നമ്മളൊരു മരിച്ച വീട്ടിലാണെങ്കിലും ഇതിപ്പോൾ മൂക്കിൽ വെക്കാനും ഉപകാരപ്പെടും. തട്ടിപ്പോയാൽ
മൂക്കിൽ വെക്കാം. അതെ, തട്ടിപ്പായ മൂക്കിൽ വെക്കാം. യെസ് മാം. ഫെമി ഇതിന്റെ ഒരു ഡെമോ കാണിച്ചു തരും. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തൊരു സ്നേഹം ഫെമിയുടെ. ഒരു കോമ്പറ്റീഷൻ സാധാരണ പഞ്ഞിയിൽ മുഴുവനും കുറേ പഞ്ഞികളിൽ ലോട്ട്സ് ഓഫ് സിന്തറ്റിക് ഫാബ്രിക് ഓൾസോ. സിന്തറ്റിക് കോട്ടൺ എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അത് വല്ലതും ആണോ എന്ന് നമുക്ക് എനിക്ക് കാണുമ്പോൾ അതുപോലെ ഇരിക്കുന്ന. കൊണ്ടോന്നാണ് ചോദിക്കുന്നത്. ഇല്ല മാം, മാമിനെ അത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. പഞ്ഞി വെച്ച് നോക്കാനോ? ഇല്ല അങ്ങനെയല്ല, നമ്മൾ ടച്ച് ചെയ്ത് നോക്കാം. അല്ല ഇല്ല മാം, ഇത് വെച്ചിട്ട് വേറെ അല്ല, ഇത് വെച്ചിട്ട് നമ്മുടെ പില്ലോ ഇപ്പൊ വീട്ടില് പില്ലോസ് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ അതിലും വെക്കാം. പില്ലോന് വേണ്ടി മാത്രം വെക്കാൻ നമുക്ക് ഇല്ല മാം, ഇതിനകത്ത് ഗോസ് പീസ്. അമ്മച്ചി ഒന്ന് തൊട്ട് നോക്ക്. ദിസ് ഈസ് റബിഷ്. അല്ല മാം, ഇല്ല മാം, ഞാൻ പറഞ്ഞ കേക്ക്. കേൾക്കുന്നില്ല. ഇത് വീട്ടിൽ നിന്നും അല്ല, ഒന്നും അല്ല, ഇത് വേറെ എവിടെ നിന്നാണ്. അല്ല, ഇത് നമുക്ക് ഗോസ് പീസിനകത്ത് പൊതിച്ചിട്ട് എല്ലാം ഡയറക്റ്റ് അല്ല നമ്മൾ വെക്കുന്നത്. ഒരു ഗോസ് പീസിനകത്ത് ഡയറക്റ്റ് പീസും വെച്ചുകൊണ്ടല്ലേ നടക്കുന്നത് ഇപ്പം ഫെമി. അത് മറ്റേ റോള്. ഇത് വെറുതെ എടുക്കുവാണെങ്കിൽ 20 റുപ്പീസ്. ഓക്കെ, ആരും വാങ്ങിക്കില്ലേ? വെറുതെ അല്ല, വലുത്. ശ്രീകുട്ടി വാങ്ങിക്കില്ലേ? അതൊന്നും എടുത്ത് തൊട്ട് നോക്ക്. ഇറ്റ്സ് ജസ്റ്റ് ഫുള്ളി സിന്തറ്റിക്. ഒന്ന് കൊടുത്തേ. അതല്ല മറ്റത്. ഇത് മുഴുവൻ ഇത് സത്യസന്ധമായിട്ട് ഇത് നമ്മളെ വിശ്വസിക്കില്ല കേട്ടോ. ഇത് യൂസ് ചെയ്യണില്ല. വീട്ടിന്റെ പിറകിലെ പഞ്ഞിമരത്തുനിന്ന് പറിച്ചോണ്ട് വരും. മറ്റേ സിന്തറ്റിക് കോട്ടൺ എവിടെ നിന്ന് കിട്ടും? ഇത് നമുക്ക് വീട്ടിൽ നിന്ന് സിന്തറ്റിക് കോട്ടൺ ആ ബൗളിൽ. ഇതാണ് ഹോം മെയ്ഡ് സാധനം. കൊള്ളമാക്കോ ഈ കുട്ടി, ഫുൾ കൊള്ളം, ഒരു രക്ഷയില്ല. ഇതിനകത്ത് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഏതാ? നമുക്ക് അത് യൂസ് ചെയ്യാം. നമുക്ക് ഹോസ്പിറ്റൽസിലാണെങ്കിൽ നമുക്ക് ഇതാണ് യൂസ് ചെയ്യണത്. അല്ല ഫെമി, മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കോട്ടൺ ഇതാണ്. അല്ല, വീട്ടില് കിട്ടുന്നതാ? വീട്ടിന്റെ പിറകിലെ മരത്തിൽ നിന്നല്ലേ രണ്ടും കിട്ടുന്നത്? രണ്ടും നമ്മൾ ഒരു കൊമ്പിൽ നിന്ന് യൂസ് ചെയ്യാം, ഒരു കൊമ്പിൽ നിന്ന് മറ്റേതോ? ഇല്ല, രണ്ടും നമുക്ക് യൂസ് ചെയ്യാന്നേ ഉള്ളൂ. അല്ല, അത് സിന്തറ്റിക് ആണെന്ന് പറഞ്ഞല്ലോ നമ്മള്. സിന്തറ്റിക് മരമുണ്ടോ? പാവം ഫെമി നിന്ന് വിഷമിച്ച് പഞ്ഞി വെക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരാള് കൂടി പണി കിട്ടിയിരിക്കും. പ്രോഡക്റ്റ് വിൽക്കാനുള്ള ശ്രമം നല്ലതായിരുന്നു. ബട്ട് വീണിടത്ത് കിടന്ന് ഉരുണ്ട് അങ്ങനെ ഒരു ഇത് ശ്രമം നടത്തി. ആ ശ്രമം ഫെമി ഫുൾ കൊളവാക്കി. എന്തായാലും അല്ല, ഇത് വിസിബിൾ അല്ലേ ഫെമി? ഇത് ആക്ച്വലി ഒറിജിനൽ അല്ലാന്ന് വിസിബിൾ അല്ലായിരുന്നു. അല്ല, ഫെമി ഒരു നേഴ്സ് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെ, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ തിരിച്ചു മറിച്ചു രണ്ട് കോട്ടൺ ഡിഫറൻസ്. മറ്റേ ആ ബോളിലുള്ള കോട്ടൺ എടുത്ത് വെളിയിൽ കളഞ്ഞാൽ മതിയായിരുന്നു, മറ്റേ സാധനം എടുത്ത് വിറ്റാൽ മതിയായിരുന്നു. ബിക്കോസ് ദാറ്റ് അല്ല, ഇത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ഇത് സാമ്പിൾ ആണ്. ഇത് മായമാണ്. ഇതല്ല വാങ്ങിക്കേണ്ടത്, ഇതാണെന്ന് കാണിക്കാൻ കൊണ്ടുവന്നായിരുന്നു. അതന്നെ. 1 കോടിയാണേ, ചുമ്മാ അല്ല, 1 കോടിക്ക് വേണ്ടിയിട്ടുള്ള കളിയാണ്. നമ്മൾ ആരും വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് they were ready for പഞ്ഞി. നമുക്ക് ഈ ബിസിനസ്സുകാരികളുടെ മാർക്കിലേക്ക് പോവാം. ജസ്ന 72, ശില്പ 76, ഫെമി 72. Thank you ma'am. Diba, full credit to you. 81. സോ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ അതിൽ കിട്ടിയിരിക്കുന്നത് നമ്മുടെ നിബയ്ക്കാണ്. ഷോർട്ട് പുട്ട് വിറ്റ നിബയ്ക്ക് 81 പോയിന്റ്സ്. അല്ലേ? നമ്മളെല്ലാ ദിവസവും ഇവിടെ വരുമ്പോഴേക്കും എങ്ങനെ കൂടുതൽ ബ്രൈറ്റ് ആയി വരാം, എങ്ങനെ എന്ത് കോസ്റ്റ്യൂമിൽ എന്ത് വെറൈറ്റി കൊണ്ടുവരാന്നൊക്കെ ഭയങ്കര ആലോചനയൊക്കെ നടത്തി അവസാനം എന്നും പരാജയമാവാറാണ് സാധ്യത. പക്ഷെ എങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, അങ്ങോട്ടേക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങോട്ട് തിരിച്ചു വരാൻ ക്യാമറയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഫുൾ കളറും റിഫ്ലക്ഷൻസും ആയിരിക്കും. അല്ല, ഇത് എന്താ ഐറ്റം? ഇത് എനിക്ക് മനസ്സിലാവണില്ല. അത് എന്ത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ സാരി? ഇവിടെ നോക്കുമ്പോൾ എന്താ അറിയോ, പ്ലാസ്റ്റിക് പോലെ ഫീൽ ചെയ്യുന്നു. സീരിയസ്ലി അല്ലെ? അങ്ങനെ ഒരു തോന്നലില്ലേ? ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ബിയേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, കളേഴ്സ് ഒക്കെ നോക്കുന്ന ആളാണ് ഞാൻ. സോ ചില സ്ഥലത്ത് ഞാനിങ്ങനെ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് പോകാനായിട്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരെണ്ണം കണ്ണിൽ പെടും. അത് ഇനി പ്ലാസ്റ്റിക് അല്ല, ചാക്കാണെങ്കിലും ഞാൻ എടുത്തിരിക്കും.
അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ ഒരു പ്രാവശ്യം കൂടി ഈ സ്റ്റേജിലേക്ക് ഒന്ന് വരുമോ പ്ലീസ്? ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മതാലസയായി ഇന്നി പ്രേമം പൂക്കുന്നു ഗ്രിമ്മേട്ടിൽ രാമമുറക്കമുണർന്നു വിലാസിനിയായി. അതെന്റെ പാട്ടല്ലായിരുന്നു. എന്റെ പാട്ട് ഇങ്ങനല്ല. ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ഈ ജയലളിതയ്ക്കൊക്കെ ഒരുപാട് സാരി ഉണ്ടായിരുന്നു പറയുന്നു, ഏകദേശം എത്ര സാരി ഉണ്ടായിരിക്കും? ഓ അങ്ങനെ. എന്നിട്ട് വേണം യൂട്യൂബിൽ കൊടുക്കാൻ. ഞാൻ ഇൻകം ടാക്സ് ഇതൊക്കെ വന്നിട്ട് ചെരുപ്പ്, സാരി ഇതൊക്കെ കണക്കെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊന്നുമല്ല. എനിക്ക് വന്നിട്ട് ക്ലോത്ത്സ് ഇഷ്ടമാണ്. അത് സാരി ആണെങ്കിലും സൽവാർ ആണെങ്കിലും. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും നല്ല കളർ ഇട്ട് കഴിഞ്ഞാൽ ആ കോമ്പിനേഷൻ എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഫേവറേറ്റ് കളർ ഇസ് ഗ്രീൻ ആൻഡ് വയലറ്റ്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഓറഞ്ചിനോടൊരു ഇഷ്ടം തോന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് വാട്ട് എവർ ഐ ലൈക്ക് ഐ ടേക്ക്. പാട്ട് പാടും. She sings like a dream. അയ്യോ, You have to get her to sing. അങ്ങനെയൊന്നുമില്ല. No. You sing like a dream. I have only heard her singing the whole time. Ambika, please. അങ്ങനെയല്ല, പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. വേണ്ട. പിന്നെ കേൾവി ജ്ഞാനമേ ഉള്ളൂ. പിന്നെ റേഡിയോയിൽ പണ്ടൊക്കെ ഈ 7:45 to 8 o'clock ഒരു ലളിത സംഗീത പാഠം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല. ലളിത സംഗീത പാഠം MG രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു കൊടുത്തിട്ട് രാധാമണി അമ്മ പാടുന്നതായിട്ട് ആകാശവാണിയിൽ. അതായിരുന്നു എൻ്റെ വാദ്യം. പിന്നെ സിനിമാ ഗാനങ്ങളാണ് ഇഷ്ടം. നസീർ സാറും ഷീലാമ്മ അഭിനയിച്ച എല്ലാ സിനിമകളുടെയും കളക്ഷൻ ഉണ്ടാവും. അപ്പൊ ഒരു പാട്ട് ഒരു മയിൽ പീലിയായി ഞാൻ പിറക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കൊടുന്നയിൽ തപസ്സിരിക്കും. ഒരു മുളം തണ്ടായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമലരിതളിൽ അലിഞ്ഞു പാടും. ഒരു മയിൽ പീലിയായി ഞാൻ പിറക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കൊടുന്നയിൽ തപസ്സിരിക്കും. ഒരു മുളം തണ്ടായി ഞാൻ പിറക്കുമെങ്കിൽ നിന്റെ തൊടിമലരിതളിൽ വീണ് അലിഞ്ഞു പാടും. എന്താ ശബ്ദം! എനിക്ക് ഒരുപാട് പേര് വാങ്ങിത്തന്ന ഒരു ഫിലിമായിരുന്നു അണിയാത്ത വളകൾ. അതിൻ്റെ ഡയറക്ടർ ബാലചന്ദ്ര മേനോൻ എൻ്റെ ഒരുപാട് ഹിറ്റ് പടങ്ങളുടെ ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട്, ഒപ്പം എനിക്ക് കൂവലും വാങ്ങിത്തന്ന ഒരു പാട്ടായിരുന്നു. സോ ഒരിക്കലും ആ പാട്ടിനൊരു കോല് കിട്ടില്ല അല്ലെ, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടിയിരിക്കുന്നത്. സോ ഹാപ്പി. കശുവണ്ടി ചുട്ടെടുത്ത് തരണം. ഓക്കെ. പിന്നെ അതുപോലെ മാവിന്ന് മാക്സിമം മാങ്ങ കളക്ട് ചെയ്യുക. അത് വെച്ച് ഇഷ്ടമുള്ളൊരു സാധനം എനിക്ക് ഉണ്ടാക്കി തരണം. ടാസ്ക് ഭയങ്കര ഈസിയാണ്. നമ്മൾ തോട്ടി ഉപയോഗിക്കാതെയാണ് ഇതെല്ലാം പറിക്കാൻ പോകുന്നത് കേട്ടോ. നന്നായി മരം കയറാൻ അറിയാലോ. സത്യം പറ, ബാംഗ്ലൂർ എന്തായിരുന്നു പണി? കുറച്ച് നമുക്ക് പച്ചയും കൂടെ പറിക്കാം. ഇത് പച്ചയല്ലേ? പച്ച പക്ഷെ ചൂടാനല്ല, അത് നമുക്ക് ഉണങ്ങിയത് തന്നെ വേണം. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. അടുത്തത് ഒരു ഔട്ട്ഡോർ ടാസ്ക് ആണ്. അതിനു മുമ്പ് അശ്വതി, കശുവണ്ടി ഇഷ്ടമാണോ? കശുവണ്ടി പെറുക്കാൻ പോയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഒരു കാലത്തെ സൈഡ് ബിസിനസ് ആയിരുന്നു. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയത് എന്റെ ചെറുപ്പത്തിൽ പൈസ ഉണ്ടാക്കിയിരുന്നത് കശുവണ്ടി കിലോ 40 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. എങ്ങനെയൊക്കെ വിറ്റിട്ടുണ്ട്. ഞാൻ വിറ്റു, പക്ഷെ അതൊക്കെ ആ പൈസക്ക് ആരെങ്കിലൊക്കെ കൊണ്ടുവരുന്നു. അല്ല, ഇപ്പൊ എന്താ കശുവണ്ടിയുടെ കാര്യം പറഞ്ഞത്? ആക്ച്വലി ഇന്നത്തെ ടാസ്ക് നമ്മുടെ കൊല്ലത്തു നിന്നുള്ളൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്. കൊല്ലത്തിന്റെ ഏറ്റവും പ്രസക്തിയുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ കശുവണ്ടിയാണ്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പോ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് ആ ഒരു ഔട്ട്ഡോർ ടാസ്കുമായിട്ട് വേദിയിലേക്ക് എത്തുന്നത് നിമിഷയാണ്. അപ്പൊ എന്തായാലും നിമിഷയുടെ ടാസ്ക് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പൊ ടാസ്കിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും അല്ലേ? ഇത്രയും വലിയ വീടും പറമ്പും ഒക്കെ ഉണ്ടാവും, കാണാൻ പോകുന്ന മോശല്ലേ? കാണാൻ കുഞ്ഞിനെ ഒന്ന് അമ്മയുടെ കൊടുക്കട്ടെ. ടാസ്ക് എന്താന്ന് പറയാം. ഇതെന്താ കൊപ്രയൊക്കെ ഇവിടെ കൊറേ ഉണ്ടല്ലോ. ഉണ്ട്. ഇനി എന്താ ഇതിൽ നിന്ന് കൈകൊണ്ട് എണ്ണ ഉണ്ടാക്കുമല്ലോ? അതൊന്നല്ല, പേടിച്ചിരിക്കാണ്. ജാതിക്ക. മാവുണ്ടല്ലേ? മാവുണ്ട്. മാവ്, ജാതിക്ക, പിന്നെന്തൊക്കെയുണ്ട് ഇവിടെ? ആത്തക്ക, കശുവണ്ടി, തെങ്ങ്. ഓക്കെ. അപ്പൊ ഇവിടെ മാവുണ്ട്, കശുവണ്ടിമരമുണ്ട്, ജാതിക്കയുണ്ട്, പേരക്കയുണ്ട്, ആത്തക്കയുണ്ട്. പക്ഷെ എല്ലാം ഒന്നും വേണ്ട കേട്ടോ. എനിക്ക് കശുവണ്ടി ചുട്ടെടുത്ത് തരണം. ഓക്കെ. പിന്നെ അതുപോലെ മാവിന്ന് മാക്സിമം മാങ്ങ കളക്ട് ചെയ്യുക. അത് വെച്ച് ഇഷ്ടമുള്ളൊരു സാധനം എനിക്ക് ഉണ്ടാക്കി തരണം. ഓക്കെ. പക്ഷെ ഇതില് ടാസ്ക് ഭയങ്കര ഈസിയാണ്. നമ്മൾ തോട്ടി ഉപയോഗിക്കാതെയാണ് ഇതെല്ലാം പറിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, വേഗം പോയി വേണ്ട സാധനത്തിൽ കളക്ട് ചെയ്തോ. എങ്ങനെയാണ് പ്ലാൻ? മരം കേറാനാണോ? നോക്കട്ടെ, എവിടെ മാങ്ങ നിൽക്കുന്നതെന്ന് അറിയണമല്ലോ. ഇത് എളുപ്പല്ലേ മാവ് കേറാൻ? എളുപ്പമാണ്, പക്ഷെ കേറുന്നിടത്ത് മാങ്ങ ഉണ്ടോന്ന് അറിയേണ്ടത്. ഇവിടെ എനിക്ക് നിന്ന് പറിക്കാം, അത് എത്തി ഞാൻ പറിച്ചോളാം. ഇത് കൊള്ളാം കേട്ടോ. ഇത് കണ്ടല്ലോ, തെങ്ങ കയറി മാങ്ങ പറിക്കുന്നു. വലിയ മാങ്ങ ഉണ്ട് കേട്ടോ. ഇതാ മുകളിലുണ്ട്. മുകളിലുണ്ട്, എനിക്ക് കാണാം. മുതലുണ്ട്. ഇങ്ങോട്ടാണോ? ഇങ്ങോട്ടാണ്. മാറിക്കോ, എനിക്ക് നല്ല ഉന്ന. ആദ്യം ഉന്ന ഉണ്ടെന്ന് പറഞ്ഞ നന്നായി കേട്ടോ. ഒന്നും കൂടെ തരുന്നോട്. വീണോ? ഒരെണ്ണം വീണു. ഈ കല്ല് വെച്ചിരുന്നു. അതിലും വേണം നീ എന്നാ കേറി പറിക്കാം. അതാണ് നല്ല ഐഡിയ. ഇനി കേറി ഒന്നും പറിക്കാം. അറിയാലോ അല്ലേ മരം കയറാൻ? ഒരുവിധം. അവിടെ നിൽപ്പുണ്ടോ? ഞാൻ കണ്ടു അല്ലേ? പക്ഷെ അവിടെ ഒരെണ്ണമുണ്ട്. പക്ഷെ അതെങ്ങനെയെങ്കിലും പറിക്കാൻ പറ്റുമോ? എവിടെ? അതോ? ഇതിലേ കയറി ഇങ്ങനെ നടന്നു പോയാൽ പറിക്കാൻ പറ്റും. കേട്ടോ. എന്ന് ഞാൻ പോയി ഏണി എടുത്തിട്ട് വരാം. കുഞ്ഞിലെ മരത്തിൽ കയറിയതല്ലേ? കുഞ്ഞിലെ ഏണിയൊന്നും വേണ്ടായിരുന്നു, ഞാൻ വലിഞ്ഞു കയറുമായിരുന്നു. പിടിക്കണോ? ഏണി പിടിക്കണോ? വേണ്ട. നന്നായി മരം കയറാൻ അറിയാലോ. സത്യം പറ, ബാംഗ്ലൂർ എന്തായിരുന്നു പണി? കമ്പ് വേണോ? ഞാൻ എറിയാ. ഞാൻ എറിയുവാണ്. കറക്റ്റ് കേട്ടോ.
ഒരു ട്രൈ കൂടെ ചെയ്യാം. ആ ഒരു കുഞ്ഞു മാങ്ങ ഇട്ടിട്ടോ. എന്നാ ഒരു കല്ലും കൂടെ താ. നീറൊക്കെ കയറുന്നുണ്ട് കേട്ടോ അദ്ദേഹത്തൂടെ. ആ നീറൊക്കെ ഉണ്ട്. എൻ്റെ അമ്മ എന്നെ കടിക്കുന്നെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ നിമിഷ ഇത്രയും മാങ്ങ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് മതിയോ നമുക്ക് ഉണ്ടാക്കാൻ? ആ ഒരു കറിക്കൊക്കെ ഇത്ര മതിയല്ലേ? എനിക്കറിയത്തില്ല കേട്ടോ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, അപ്പൊ നമുക്കിനി കശുവണ്ടി പറിക്കാം. ബൈ. ഇനി നമുക്ക് കശുമാങ്ങ പറിക്കാം. കുറച്ച് നമുക്ക് പച്ചയും കൂടെ പറിക്കാം. ഇത് പച്ചയല്ലേ? ആ പച്ച പക്ഷെ ചൂടാനല്ല, അത് നമുക്ക് ഉണങ്ങിയത് തന്നെ വേണം. ഇത് വേറെ ഒരു കാര്യത്തിനാ. അവിടെ വരണം. ഒറ്റ ഷോട്ടിന് കിട്ടിട്ടോ. പണ്ട് ഹോസ്റ്റലിൽ നിന്ന് മതിൽ ചാടി നല്ല ശീലാണെന്ന് തോന്നുന്നു. മരം കയറും മതിൽ ചാടും. ഇത് നമുക്ക് ചുടാൻ വേണ്ടിയാണോ? ആ ചുടാൻ. ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? എനിക്കറിയത്തില്ല കേട്ടോ. ഇതൊക്കെയാണ് ചെയ്യുന്നത്, ഞാനും കണ്ടിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ സൈഡിലല്ലേ ഇട്ടേക്കുന്നത്? ഞാനല്ല ഈ സൈഡിലിട്ടേക്കുന്നത്. 1 2 3 എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും കാണാം. ഒരെണ്ണമായിട്ടുണ്ട് കേട്ടോ, തെളിവിന് ഒരെണ്ണമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കശുവണ്ടി നമ്മളിപ്പോ ചുട്ടെടുത്തു. ഇനി ഇത് പൊട്ടിച്ചെടുക്കണം അല്ലേ? ഓക്കെ, തല്ലുക എന്ന് പറയും. നോക്കാം. കശുവണ്ടി തല്ലി എടുക്കുക. നമ്മുടെ നിമിഷത വളരെ മനോഹരമായി നമ്മുടെ കശുവണ്ടി ചുട്ട് പൊട്ടിച്ചെടുത്തേക്കുവാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയി. യെസ്. ഇനിയും രണ്ടാമത് മാങ്ങ. എന്താ ചെയ്യാൻ പോകുന്നത്? മാങ്ങ നമുക്ക് ഇനി ചെത്താം. ഓക്കെ, എന്താ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ വെച്ചിട്ട്? മാങ്ങ കുറിച്ച് നമുക്കൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം. സൈഡ് ഡിഷ്. ഓക്കെ, എന്നിട്ട് ഈ കശുവണ്ടി എന്ത് ചെയ്യും? പച്ച കശുവണ്ടി 2-3 എണ്ണം വേണം ഇതിൻ്റെ അകത്ത് കറിയിലിടാം. ഒരു ഭംഗിക്ക്. അപ്പം നമ്മളിത് ആ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞ് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആക്കിയേക്കുന്നതാണോ? അത് സ്പെഷ്യൽ ആണോ? ഇത് നമുക്കൊരു ചെറിയ അച്ചാർ ഉണ്ടാക്കാം. ഓ അത് ശരി, കണ്ണിമാങ്ങ അച്ചാർ. ഓക്കെ, അപ്പൊ ഇന്ന് 2 ഡിഷ് കേട്ടോ, കണ്ണിമാങ്ങ അച്ചാറ്, മാങ്ങ കറി. അപ്പൊ നമുക്ക് അകത്തോട്ട് പോവാം. ഇപ്പൊ എന്താ ആദ്യം ചെയ്യണ്ടേ? ആദ്യം നമുക്ക് മാങ്ങയുടെ കറിക്കുള്ളത് ചെയ്യാം. വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കണം വെക്കാം.
മാങ്ങ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. നമുക്ക് അച്ചാറിൻ്റെന് കുറച്ച് ഉപ്പിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് വെക്കാം, പരട്ടി അതൊന്ന് അവിടെ ഒന്ന് പിടിക്കട്ടെ. ഇത് കറിക്കാണോ? കറിക്ക് കടുക് വരട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി, അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് മാങ്ങ വേവിക്കാം. മറ്റേ അച്ചാറിൻ്റെ പരിപാടി കൂടെ നോക്കാം. അപ്പം നമ്മൾ ഇനിയും നമ്മുടെ മാങ്ങ വേകുന്നേ ഉള്ളൂ. മാങ്ങക്കറിക്കുള്ള ഇപ്പം മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. കണ്ണിമാങ്ങ അച്ചാർ. എനിക്ക് കഴിക്കാൻ നല്ല അടിപൊളിയായിട്ട് ഗാർണിഷ് ചെയ്തൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ. എന്ത് പറയണം? പക്ഷേ സൂപ്പറായിട്ടോ, കൊള്ളാം, നന്നായിട്ടുണ്ട്. മാങ്ങാക്കറി ഞാൻ ദോശയുടെ കൂടി ഇതുവരെ കഴിച്ചില്ല. ഞാനിങ്ങനെ വെള്ളമായിട്ടുള്ള കറി ചോറിൻ്റെ കൂടെ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ ഒഴിക്കുന്ന കറിയാണ്, ഒഴിക്കുന്ന ആള്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കഴിക്കുക, എന്നാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇനി അച്ചാർ ടേസ്റ്റ് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെങ്കിലും മാങ്ങ ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ മാങ്ങ അച്ചാറൊക്കെ കുറേ നേരം ഇരിക്കണമെന്ന് പറയും, പക്ഷേ ഇതിന് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മളല്ല ഇതൊന്നും പറയേണ്ടത്, ഇനിയിപ്പം ജഡ്ജസ്, കണ്ടുകൊണ്ടിരിക്കുന്ന ജഡ്ജസും വ്യൂവേഴ്സും ഒക്കെ പറയട്ടെ. ഓക്കെ, നമുക്ക് ഒരു മരങ്കരി പെണ്ണിനെ കൂടെ കിട്ടിയിരിക്കുകയാണ്. സന്തോഷത്തോടെ അഭിമാനത്തോടെ നിൽക്കുന്നത് നമ്മുടെ നിമിഷ. നിമിഷയുടെ ടാസ്ക് വളരെ എന്റർടൈനിങ് ആയിരുന്നു. ക്രിക്കറ്റ് കളിക്കണം കേട്ടോ, ബോൾ ചെയ്യണം എസ്പെഷ്യലി. വെരി ഗുഡ്, റിയലി നൈസ് ആൻഡ് കീപ് ഇറ്റ് അപ്പ്. നിമിഷം മരം കയറുന്ന കണ്ടപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് ഓർമ്മ വന്നു. ഞാനും ഒരു മരം കയറി പെണ്ണാണ്. അതെ, ബട്ട് ഇറ്റ് വാസ് വെരി എന്റർടൈനിങ് ആൻഡ് ഈ പറഞ്ഞ പോലെ നീറും അത് ഇതൊക്കെ ആയിട്ട്. നിമിഷ, the task wasn't very difficult, but whatever they gave you, you did it. Alle, good job. അപ്പോൾ നിമിഷയ്ക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ബാക്കിയുണ്ട്. You know, 1988 July 8th എന്ന് പറയുമ്പോൾ എന്താ നിമിഷയുടെ മനസ്സിൽ വരുന്നത്? What comes into your mind? 1988 July 8th. പെരുമൺ ദുരന്തം. Exactly. Marks. നിമിഷ 85 on 100. 85 on 100. Okay, നിമിഷ, happy? മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. കഞ്ഞിവെപ്പ് മുതൽ മാർക്കറ്റിംഗ് വരെ അതിൽ വരെ പ്രാവീണ്യം തെളിയിച്ചുകൊണ്ട് നമ്മുടെ വീട്ടമ്മമാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സോ ഈ ഒരു എപ്പിസോഡ് കൂടി അവസാനിക്കുകയാണ്. ഇറ്റ്സ് എ ബൈ ഫ്രം നിറബറ മലയാളി വീട്ടമ്മ, കോ ബ്രാൻഡഡ് ബൈ സേറ ആൻഡ് ധാത്രി ഹെയർ കെയർ പ്ലസ്. ഗുഡ് ബൈ.